ചേട്ടാ. ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് ജിഷ്ണു. ഞാൻ AG&P പ്രഥം കമ്പനിയിൽ നിന്ന് വരുന്നു. ഒരു 5 മിനിറ്റ് ഉണ്ടോ സംസാരിക്കാൻ? പെട്ടെന്ന് പറയാൻ പറ്റുമോ? പെട്ടെന്ന് പറയാം. ചേട്ടൻ ഈ ഓട്ടോ ഓടിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? 10 കൊല്ലം കാണും. 10 കൊല്ലമായി. ചേട്ടൻ ഇപ്പോൾ ഈ ഓട്ടോ ഓടിക്കാൻ ഉണ്ടാകുന്ന ഇഷ്യൂസൊക്കെ എന്തൊക്കെയാണെന്ന് പറയാമോ? മെയിൻ ഇഷ്യൂ മൈലേജ് ഇല്ലാട്ട് പെട്രോൾ വണ്ടിയില്ലത്. പിന്നെ അതുപോലെ ട്രാഫിക് ബ്ലോക്കും കട്ടറും കാരണം ഒരു രക്ഷയില്ല. മൈലേജാണ് മെയിൻ പ്രശ്നം നമ്മുടെ. അതുകൂടാതെ കുടുംബത്തിൻ്റെ ഒക്കെ നോക്കാനൊക്കെ കുടുംബത്തിൻ്റെ നോക്കാന്നൊന്നും പറയണ്ട. മൊത്തം പലിശക്കാരുടെ ഇടയിലൊക്കെ തന്നെ പലിശക്ക് മാസം മാസം വട്ടിങ് കയറണം, ആഴ്ചയിൽ പിരിവ്, ഡെയിലി പിരിവ്, എല്ലാം കൊണ്ടൊരു പരിപാടിയൊന്നും നടക്കണില്ല. പിന്നെ ഇതെല്ലാം പ്രാരാബ്ദവും കാര്യം എല്ലാം ആലോചിച്ചിട്ട് വെറുതെ ഉന്തിത്തലേ ഇങ്ങോട്ട് പോകണമെന്ന് മാത്രമേ ഉള്ളൂ. ചേട്ടൻ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ പക്കം ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു. എന്ത് സൊല്യൂഷൻ? ചേട്ടൻ AG&P പ്രഥം കമ്പനിയുടെ CNG സ്റ്റേഷൻ അറിയോ? നമ്മുടെ ഹൈവേന്ന് വലത്തോട്ട് വരുമ്പോൾ അത് തന്നെ. ചേട്ടൻ ഒന്ന് ഫ്രീ ആണെങ്കിൽ ഒരു 10 മണി കഴിഞ്ഞ് അങ്ങോട്ട് വരാമോ? ഒരു ഓട്ടം കഴിഞ്ഞിട്ട് വന്നിട്ട് ഒരു 10 കാലം പോന്നോയാ മതി. ചേട്ടന് ഫ്രീ എളുപ്പം വന്നാൽ മതി. ഞാൻ അവിടെ എന്തായാലും ഉണ്ടാവും. വരുമല്ലോ. നമുക്ക് വന്നാൽ എന്തെങ്കിലും ഒന്ന് വന്ന് നോക്ക്. വന്നിട്ട് ഞാൻ പറയാം ബാക്കി കാര്യങ്ങൾ. ശരിയാണ്. ഓക്കെ. ചേട്ടൻ്റെ പേര് ജിഷ്ണു. രാകേഷ്. അപ്പം നമുക്ക് അവിടെ വെച്ച് കാണാം. ശരി ചേട്ടാ. എനിക്ക് ഒരു ഓട്ടോ ഉണ്ട്. പോയിട്ടോ പോയിട്ടോ. ശരി ശരി. രാകേഷ്, നമ്മുടെ സ്റ്റേഷനിലേക്ക് വന്നതിന് വളരെ നന്ദി. രാകേഷ്, ഈ CNG സ്റ്റേഷനിൽ ആദ്യമായിട്ടാണോ വരുന്നത്? സാറേ, ഞാൻ NH വഴിയൊക്കെ പോകുമ്പോഴേ ഇത് കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ പെട്രോൾ വണ്ടിയാണല്ലോ. പിന്നെ സാറേ, നമ്മുടെ പെട്രോൾ വണ്ടിയും ഈ LPG ഗ്യാസും ഉണ്ടല്ലോ, അതും ഈ CNG ആയിട്ട് എന്താ വ്യത്യാസം? രാകേഷ്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ കിടക്കുന്ന നമ്മുടെ CNG വണ്ടി ഒരു ദിവസത്തേക്ക് ഒന്ന് ട്രൈ ചെയ്യുന്നു? അത് ഞാൻ അങ്ങനെ CNG വണ്ടി ഓടിച്ചിട്ടില്ല. ഇതാണ് ഇപ്പോൾ ഓടിക്കുന്നത്. നിങ്ങളുടെ വണ്ടി ഇവിടെ സേഫ് ആയിരിക്കും. ഒരു ദിവസത്തേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് വൈകിട്ട് വാ. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ അപ്പം പറയാം. ഓക്കെ അല്ലേ? ഇതാണ് താക്കോൽ. കുറച്ച് ധൈര്യമായിട്ട് പോയിട്ടോ. വണ്ടി ഇവിടെ സേഫാണ്. ഓക്കെ. അപ്പം ഹാവ് എ സേഫ് ജേർണി. ഞാൻ ഇവിടെ കാണാം. ഓക്കെ സാർ. ബൈ. ഓക്കെ.
രാകേഷ്, ഇന്ന് CNG വണ്ടി ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ട്? സംഭവം കൊള്ളാം, നല്ല സ്മൂത്താണ്. പിന്നെ അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ട് പെട്രോളിനെക്കാട്ടും. പിന്നെ പമ്പിലൊക്കെ പടയെന്ന് പറഞ്ഞ സാധനം നിറച്ചിട്ടുണ്ട്. ആണല്ലേ? പിന്നെ ഈ പാസഞ്ചറായിട്ട് പോകുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ സൗണ്ടുകളോ എന്തെങ്കിലും? പാസഞ്ചറായിട്ട് പോകാൻ വേണ്ടി ഇതാണ് ബെസ്റ്റ്. ഒട്ടും സൗണ്ട് ഇല്ല, ഭയങ്കര സ്മൂത്താണ്. മറ്റേ പെട്രോൾ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞ സൗണ്ട് കിട്ടും, ആൾക്കാർക്ക് ഭയങ്കര ഇറിറ്റേഷൻ, അവർ പറയണമെന്ന് കേൾക്കാനും പറ്റില്ല. പക്ഷേ ഇത് സൂപ്പറാണ്. രാകേഷിന് ഒരു കാര്യം അറിയോ? രാകേഷിന് നിലവിലുള്ള ഓട്ടോ നമുക്ക് CNG ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്, അതും വളരെ ചീപ്പായിട്ട്. ആണോ? കൺവേർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ല പരിപാടിയാണല്ലോ. അതുകൂടാണ്ട് നമുക്കിവിടെ 15-ലധികം CNG സ്റ്റേഷൻസ് ഇവിടെ അവൈലബിളുമാണ്. ആണല്ലേ? അതെ. അന്നൊരു പണി ചെയ്യാം, ഞാൻ എത്രയും പെട്ടെന്ന് സാധനം കൺവേർട്ട് ചെയ്യാൻ നോക്കിയാലോ CNGയിലോട്ട്. ഉറപ്പായിട്ടും രാകേഷ്. ഓക്കെ സാർ, ഓക്കെ സാർ, താങ്ക് യു. കാണാം. ഓക്കെ, വളരെ ഹാപ്പി കേട്ടോ. താങ്ക് യു. രാകേഷ് ഇന്ന് CNG വണ്ടി ഉപയോഗിച്ച് വളരെ സന്തോഷവാനാണ്. പെട്രോളിനേക്കാൾ വില കുറവും മൈലേജ് വളരെ കൂടുതലുമാണ്. രാകേഷ് എന്തായാലും CNGയിലേക്ക് മാറാൻ തീരുമാനിച്ചു. അപ്പോൾ നിങ്ങളോ?